ഞാനിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഇവിടെ ആനയൂട്ട് നടക്കുകയാണ്. ആനയൂട്ടിന് വന്ന ആനകളെ നമുക്കൊന്ന് കാണാം. ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് കുറച്ച് ആനകൾ നിൽപ്പുണ്ട്. ആദ്യം നമുക്കത് കാണാം. നമുക്ക് ഇതുവഴി പോവാം. അപ്പോൾ ആനകളെ ശരിക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തിൽ എത്തിയ ആളുകൾ ആനകളെ കാണുവാനായി ചുറ്റും നിൽക്കുകയാണ്. അവർ ആവേശത്തോടു കൂടി ആനകളുടെ ഓരോ ചലനങ്ങൾ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയാണ്. ചിലർ ആനകളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വേഗം നടക്കട്ടെ. അങ്ങനെ ആനകളുടെ ഫ്രണ്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. അവരുടെ മുൻപിൽ ഓലയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാനയും കൂടി ഇവിടേക്ക് വരികയാണ്. അതിന് വഴിയൊരുക്കാൻ വേണ്ടി ആളുകളെല്ലാം മാറിക്കൊടുക്കുകയാണ്. അതിനെ അവർ ഇവിടെ നിർത്തി. ഇനി നമുക്ക് പടിഞ്ഞാട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഏതെങ്കിലും ആന വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരാന വരുന്നുണ്ട്. അവർ അതിനെ പഴയ സത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്താൻ പോവുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഓഡിറ്റോറിയത്തിൻ്റെ അടുക്കലേക്ക് പോവാം. ആനകളെല്ലാം റോഡിലോട്ട് പോവുകയാണ്. തിരിച്ച് ക്ഷേത്രഗോപുരം വഴി അകത്തേക്ക് പ്രവേശിക്കാൻ ആനകളുടെ പുറകെ ആളുകളും പോവുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ആനകളെല്ലാം ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് വരാൻ പോവുകയാണ്. ആ കാണുന്നതാണ് ക്ഷേത്രഗോപുരം. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആനകളെല്ലാം ക്ഷേത്രഗോപുരം വഴി അകത്തേക്ക് പ്രവേശിക്കും. അതാ എത്തിക്കഴിഞ്ഞു. സംഘാടകർ ആളുകളെയൊക്കെ മാറ്റി ആനയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വഴി ഒരുക്കുകയാണ്. എല്ലാവരും ആനയുടെ ഫോട്ടോ എടുക്കാൻ തിടുക്കം കാണിക്കുകയാണ്. ആനയെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. ആന മുന്നിലോട്ട് നടക്കുകയാണ്. ഒരു സൈഡിലോട്ട് മാറി നിൽക്കുക, അതാണ് ബുദ്ധി. ആന ഗണപതി ആൽത്തറയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ആനകളും ഗണപതി ഭഗവാന്റെ അടുത്തെത്തിയ ശേഷമാണ് ഓച്ചിറ പരബ്രഹ്മത്തിനെ കാണാൻ പോകുന്നത്. ഓരോ ആനയും ഗണപതി ആൽത്തറയിലെത്തി ഗണപതി ഭഗവാനെ കാണുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ അടുത്ത ആനയും ഗണപതി ആൽത്തറയിലെത്തി ഗണപതി ഭഗവാനെ കാണുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ രംഗം വീക്ഷിക്കുകയാണ്. ആനകൾ ഓരോന്നായി ഗണപതി ആൽത്തറയിലേക്ക് നീങ്ങുകയാണ്. ഗണപതിയെ കണ്ടതിന് ശേഷം ആനകൾ എല്ലാവരും അന്നദാന മന്ദിരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങും. അടുത്തതും എത്തിക്കഴിഞ്ഞു.
ജനങ്ങളെല്ലാവരും ആവേശത്തിലാണ്. ഇത് അന്നദാന മന്ദിരത്തിൻ്റെ അടുത്ത് ആനകൾ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരു കാണേണ്ട കാഴ്ചയാണിത്. എല്ലാവരും ഈ രംഗങ്ങൾ തങ്ങളുടെ ഫോണിൽ പകർത്തുകയാണ്. അന്നദാന മന്ദിരത്തിൻ്റെ അടുത്ത് നിന്ന് പരബ്രഹ്മത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആനകൾ. ഇനി ഓരോരുത്തരായി പരബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. ആനകൾ ഓരോരുത്തരായി പരബ്രഹ്മ സന്നിധിയിൽ എത്തുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരാൾ ആനയ്ക്ക് പോകാനുള്ള വഴി ഒരുക്കുകയാണ്. മുൻവശത്തുകൂടി ആന മണ്ഡപത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. ആനകൾ ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡപത്തിൻ്റെ ആ തൂണിൽ ഒരു വള്ളി പോലെ എന്തോ കെട്ടിയിട്ടുണ്ട്. ആനയുടെ മുകളിൽ ഇരിക്കുന്നയാൾ എന്ത് ചെയ്യുമെന്നൊരു പിടിയുമില്ല. അദ്ദേഹം അതിവിദഗ്ധമായ ആ പ്രതിസന്ധി തരണം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ആനയും ഓച്ചരച്ചൻ്റെ അടുത്തെത്തി. അടുത്ത ആന കയറുന്നത് നോക്കാം. ഈ ആന സൈഡിൽ കൂടിയാണ് മണ്ഡപത്തിൽ കയറുന്നത്. ഭക്തജനങ്ങളെല്ലാം മണ്ഡപത്തിൻ്റെ സൈഡിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അങ്ങനെ അതും പരബ്രഹ്മ സന്നിധിയിലെത്തി. ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല. എത്രയും പെട്ടെന്ന് ആനയൂട്ട് നടക്കുന്ന സ്ഥലത്ത് ചെന്ന് സ്ഥലം പിടിക്കണം. ഏതായാലും ഈ ആന കയറുന്നതും കൂടി കണ്ടിട്ട് പോകാം. ഇതും സൈഡിൽ കൂടിയാണ് കയറുന്നത്. അവിടെയും കയറുപോലെ ഏതാണ്ടുണ്ട്. ഏതായാലും ഈ ആനയെ കൂടി കണ്ടിട്ട് ഞാൻ ആനയൂട്ട് കാണാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഞാനും ആനയൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണിപാളി. ആളുകളെല്ലാം മുന്നിൽ കയറി നിന്ന് കഴിഞ്ഞു. നമ്മൾ സ്വല്പം വൈകിപ്പോയി. ഇനി ഞാൻ എങ്ങനെ ആനയൂട്ട് കാണും? ഏതായാലും ആ സൈഡിലൊന്ന് പോയി നോക്കാം. അല്പസ്ഥലം കിട്ടാതിരിക്കില്ല. മഴയും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് സൈഡിലെത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. അടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഇടയിൽ തള്ളിക്കയറുന്ന റിസ്ക്കാണ്. ഇനി ഏതായാലും അപ്പുറത്തെ സൈഡിലൊന്ന് നോക്കാം. ആനയ്ക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. തണ്ണിമത്തങ്ങ, പഴം തുടങ്ങി ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ പാത്രത്തിലാക്കി നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ എനിക്ക് സ്ഥലം കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് ആനയൂട്ട് കാണാം. ഓരോരുത്തർ വന്ന് ആനകൾക്ക് വിവിധ ഇനം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത് കൊടുക്കുന്നത്. അവരുടെ മുഖത്തെ സന്തോഷം എനിക്ക് ഇവിടെ നിന്ന് കാണാം.
ആനകളും വളരെയധികം ആഹ്ലാദത്തോടെയാണ് ഇവ സ്വീകരിക്കുന്നത്. ആനയോട് ഏറ്റവും അടുത്ത് ഇടപെടുന്നതിന് ജനങ്ങൾക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് ആഹാരം നൽകുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടെയാണ് ആനകൾ പെരുമാറുന്നത്. ആനകൾ ആഹാരം കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. സമയം പോകുന്നതേ അറിയുന്നില്ല. തണ്ണിമത്തങ്ങ എടുത്ത് തുമ്പിക്കൈയിൽ വെച്ചു. ആന തുമ്പിക്കൈ ട്രേയിലേക്ക് നീട്ടുകയാണ്. അതിനകത്തെ പഴങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓരോന്നായി എടുത്ത് വായിലേക്ക് വയ്ക്കുകയാണ്. അവസാനത്തെ ആ പഴം അതിനെടുക്കാൻ പ്രയാസം നേരിട്ടപ്പോൾ അടുത്ത് നിന്നയാൾ അതെടുത്ത് ആനയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ പഴങ്ങളെടുത്ത് ആനകൾക്ക് കൊടുക്കുന്നത്. അവർക്ക് യാതൊരു ഭയവുമില്ല. തണ്ണിമത്തങ്ങ തുമ്പിക്കൈയിൽ നിന്ന് താഴെ പോയി. രണ്ടമ്മമാർ ഭക്തിയോടുകൂടി ആനയ്ക്ക് പഴങ്ങൾ കൊടുക്കുകയാണ്. ആ അമ്മ അതിനെ തൊട്ട് തൊഴുന്നുണ്ട്. ആ കുട്ടികളുടെ സന്തോഷം കണ്ടോ? ആനയെ അടുത്ത് കാണാൻ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. ഒരുപാട് ആളുകൾ പഴങ്ങളുമായി എത്തിയിരിക്കുകയാണ്. എനിക്ക് ഒരു തുമ്പിക്കൈയേ ഉള്ളെന്ന് ആന മനസ്സിൽ പറയുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആനയോട്ടെല്ലാം കഴിഞ്ഞ് ആനകളെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.